ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു തന്മ ഫാം ലൈഫിൽ പോയ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാമെന്ന്. അപ്പോൾ അതുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തി. വെൽക്കം ഡ്രിങ്കിന് ശേഷം നമുക്കൊരു എക്സ്പ്ലനേഷൻ അവർ തരും. എന്തൊക്കെയാണ് ഗെയിംസ്, എങ്ങനെയൊക്കെയാണ് ആ തനിമ ഫാം ലൈഫിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു തരും. അതിനുശേഷം നമ്മൾ ഗെയിംസ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടെ പറയാം. ഗെയിം നടക്കുന്ന സ്ഥലത്ത് നല്ല അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഏത് ഗെയിം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഊഞ്ഞാലുണ്ട്, സൈക്ലിംഗ് ഉണ്ട്, അതുപോലെ ഒരു അഡ്വെഞ്ചർ ഗെയിം ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ടർഫുണ്ട്. അവിടെ ക്രിക്കറ്റായിട്ടും ഫുട്ബോളായിട്ടും കളിക്കാം. പിന്നെ മഡ് ഗെയിംസ് എല്ലാം തന്നെ ആ ഒരു പ്ലേസിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വെഞ്ചർ ഗെയിം. ഇത് കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയ ക്ലിപ്സ് വെച്ചിട്ട് എടുത്തതാണ്. ഇത് മാത്രമല്ല, ഇത് ഒരുപാട് ജോയിൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഒന്ന് ചെയ്ത് നോക്കണമല്ലോ എന്ന് എഴുതി കയറിയതാണ്. നമ്മളത് കംപ്ലീറ്റ് ആക്കിയിട്ടേ ഇറങ്ങിയുള്ളൂ. ശരിക്കും അഡ്വെഞ്ചർ തന്നെയാണ് കേട്ടോ. അതിനുശേഷം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ ATV ഗെയിംസിൻ്റെ സ്ഥലത്തേക്കാണ്. അവിടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇളനീർ, ഇതൊക്കെ നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടത് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇളനീരൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് ഇങ്ങനെ അവരുടെ ഫാമിൽ തന്നെ അവർ തന്നെ വളർത്തുന്ന പശുക്കളൊക്കെയാണ്. പശുവായിട്ടും ആടായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു കുതിരസവാരി കഴിഞ്ഞ് അടുത്തത് ട്രെയിൻ സവാരി. ഇതൊക്കെ പെട്ടെന്ന് കളയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് വീഡിയോസിൽ ഓൾറെഡി കാണിച്ച കാര്യങ്ങളാണ്. എന്നാലും ഒരു കണ്ടിന്യൂഷന് വേണ്ടി ഇതൊക്കെ കാണിക്കുന്നതെന്നേ ഉള്ളൂ. ഫിഷ് ഫീഡിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം 1 മണിയാകുമ്പോഴത്തേനും നമ്മളെ ലഞ്ചിനായിട്ട് കൊണ്ടുപോയി കേട്ടോ. ആ പോണ വഴിയിൽ കണ്ടാണ് ഗോൾഡൻ പപ്പായ പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ ലഞ്ച് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാമിൽ തന്നെ ഉണ്ടായ പച്ചക്കറികളും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് ലഞ്ച്. വളരെ സ്വാദുള്ള ഫുഡായിരുന്നു കേട്ടോ. എവിടെ പോയാലും എന്താ പറയുക, ഫുഡ് നമുക്ക് നല്ലത് കിട്ടിയില്ലെങ്കിൽ അതൊരു ശരിയാവില്ല അല്ലേ. പക്ഷേ ഇത് നല്ല സ്വാദുണ്ടായിരുന്നു. എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായി. ഫുഡിന് ശേഷം പിന്നെ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അവിടെ പിന്നെ കളി, വെള്ളം കണ്ടാൽ പിന്നെ പിള്ളേരെ പറയണ്ടല്ലോ, ഓട്ടവും കളിയും എല്ലാമായിട്ട്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നമ്മളെ നേരെ കൊണ്ടുപോയത് പിന്നെ ഈ ലൈൻ ഡാൻസ് നടക്കുന്ന ഏരിയയിലേക്കായിരുന്നു. എല്ലാം നമുക്ക് പ്രൈവറ്റായി തന്നെ കേട്ടോ. അവിടെ വേറെ ഫാമിലിയോ വേറെ ആൾക്കാരോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സ്വിമ്മിംഗ് പൂളായാലും പ്രൈവറ്റായിട്ട് ലൈൻ ഡാൻസ് ആയാലും നമ്മൾ പോണവിടെയൊക്കെ നമ്മുടേത് മാത്രമായ ഒരു പ്രൈവസി അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. കുട്ടികളൊക്കെ ഭയങ്കരമായി കളിച്ച് തിമിർക്കായിരുന്നു. ഡിസ്റ്റർബൻസിനൊന്നും ആരുമില്ല, അവരവരുടേതായ ലോകത്ത് എന്ന പോലെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഇനിയുണ്ട് ഒരുപാട് ഗെയിംസും കാര്യങ്ങളും എല്ലാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. ഓക്കെ, ബൈ.